പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വമ്പിച്ച പരാജയം, അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം പൂഴ്ത്തിവെച്ചതിനെ തുടർന്നുള്ള അസ്വാരസ്യങ്ങൾ, എല്ലാത്തിലും ഒടുവിൽ ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന PV അൻവറിൻ്റെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും, ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള പരാതികൾ, ഇങ്ങനെ ബഹുവിധ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയ സമയത്താണ് നമ്മുടെ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷിക്കേണ്ടത് കോൺഗ്രസ്സുകാരാണ്, UDFകാരാണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും മനസ്സമാധാനം കൊടുക്കുകയില്ല. ഇത്തവണ കോൺഗ്രസ്സിന് മനസ്സമാധാനം കെടുത്താനായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് സിമി റോസ്ബെൽ ജോൺ എന്ന് പറഞ്ഞ ഞങ്ങളുടെ എറണാകുളംകാരിയായ ഒരു വനിതാ നേതാവാണ്. ഇവരെ എനിക്ക് വളരെ കാലങ്ങളായിട്ട് അറിയാം. ഞാൻ എറണാകുളത്ത് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സിമി തൊട്ടടുത്ത് സെൻറ് തെരേസാസ് കോളേജിൽ പഠിക്കുന്നുണ്ട്. ആ ഇടയ്ക്ക് നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുകയും എറണാകുളം നഗരമണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. പക്ഷേ ഈ ജില്ലാ കൗൺസിലിന് അധികകാലം ആയുസ്സുണ്ടായില്ല. കരുണാകരൻ്റെ സർക്കാർ വന്നപ്പോൾ കൗൺസിലിൽ തന്നെ പിരിച്ചു വിട്ടു. പിന്നീട് സിമി 1-2 തവണ കൊച്ചി കോർപ്പറേഷനിലേക്ക് ജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു തവണ ഇവർ മാരാരിക്കുളത്ത് തോമസ് ഐസക്കിനെതിരെ മത്സരിച്ചു, തോറ്റുപോയി. അവർ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ ഒക്കെ നേതാവായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിയുമായിട്ട് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ആളായിട്ടാണ് സിമിയെ കരുതിയിരുന്നത്. പക്ഷേ അവരർഹിച്ച രീതിയിലുള്ളൊരു പുരോഗതി അവർക്കുണ്ടായില്ല. പാർട്ടി കോൺഗ്രസ് ആണല്ലോ, അവിടെ അർഹതയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല പലപ്പോഴും കാര്യങ്ങൾ നടക്കുക. സിമി റോസ്ബെൽ കൊച്ചിയിൽ നിന്നോ എറണാകുളത്തു നിന്നോ നിയമസഭയ്ക്ക് മത്സരിക്കും, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഒരു തവണ ഇവരുടെ പേര് വളരെ സജീവമായിട്ട് വന്നതാണ്. അത് നമ്മുടെ അറക്കൽ സേവ്യർ മരിച്ചു ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ. ആ സമയത്ത് പ്രൊഫസർ KV തോമസ് വളരെ ബുദ്ധിപരമായിട്ട് നമ്മുടെ ആൻ്റണി ഐസക് എന്ന് പറഞ്ഞ കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജിലെ പഴയ പ്രിൻസിപ്പളിനെ രംഗത്തിറക്കി. ആൻ്റണി ഐസക് സാർ വളരെ ഗംഭീരനായ ഒരു അധ്യാപകനായിരുന്നു, പഴയ KSPക്കാരനാണ്, ഖദർദാരിയാണ്, കരുണാകരൻ്റെ വലിയ വിശ്വസനുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തോറ്റുപോയി. ചെറിയ വ്യത്യാസത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ജയിച്ചു. അതാണ് സെബാസ്റ്റ്യൻ പോളിൻ്റെ ആദ്യത്തെ ജയം. പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സീറ്റിൽ ജോർജ് ഈഡനെ മത്സരിപ്പിച്ചു. ഈഡൻ ജോർജ് പാർലമെൻറ്റിലേക്ക് ജയിച്ചപ്പോൾ ഒഴിവ് വന്ന നിയമസഭാ സീറ്റിൽ അപ്പോൾ സിമിക്ക് ഒരു ക്ലെയിം ഉണ്ടായിരുന്നു. അത് തട്ടിക്കളയാൻ വേണ്ടി ലിനോ ജേക്കബ് എന്ന് പറഞ്ഞ മരിച്ചുപോയ AL ജേക്കബിൻ്റെ മകനെ കൊണ്ടുവന്നു. അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ ലിനോ തോറ്റുപോയി. പിന്നത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ തോമസ് മാഷ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ തോമസ് മാഷിൻ്റെ ഒരു വെട്ട് സിമിക്കുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് സിമിയെ ഒരു PSC മെമ്പറാക്കാൻ പാർട്ടി ആലോചിച്ചു. ആ സമയത്ത് തോമസ് മാഷ് ഏതോ ഒരു ലത്തീൻ കത്തോലിക്കിനെ വീട്ടിൽ നിന്ന് കുളിപ്പിച്ച് മുടിയൊക്കെ ചെയ്യിച്ച് പൗഡറൊക്കെ ഇടിച്ചു കൊടുത്തു. ഇയാൾ ലത്തീൻ കത്തോലിക്കിനാണ്, ഇയാളെ PSC മെമ്പറാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല. ഉമ്മൻചാണ്ടി എന്തെങ്കിലും ആവട്ടെ സിമിക്ക് കൊടുത്തളെ എന്ന് വിചാരിച്ച് സിമിയെ PSC അംഗമാക്കി. PSCയിൽ 6 വർഷമായിരുന്നു. സിമിക്ക് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ സിമിക്ക് അത് പോരാ. സിമിക്ക് രാജ്യത്തെ സേവിക്കണം. അത് കോൺഗ്രസ് വഴി തന്നെ സേവിക്കണം. CPM വഴിക്കോ BJP വഴിക്കോ സേവിച്ചാൽ മതിയാവില്ല. സിമി തിരിച്ചു വന്നു. നിയമസഭയ്ക്ക് ഒരു സീറ്റ് ചോദിച്ചു, പാർട്ടി മൈൻഡ് ചെയ്തില്ല. പാർലമെൻറ്റിലേക്ക് സീറ്റ് ചോദിച്ചു, അതും കിട്ടിയില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് വേണ്ട, ഉമാ തോമസ് മത്സരിക്കട്ടെ എന്ന് സതീശനും സുധാകരനും കൂടി പറഞ്ഞു. അങ്ങനെ സിമി തീർത്തും നിരാശയായി. അവരിപ്പോൾ ഏതായാലും പാർട്ടി വിട്ട് കളയാം എന്ന ഒരു നിലയിലെത്തി. ഈ മീട്ടു ആരോപണങ്ങളൊക്കെ വരുന്ന സമയമുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത്. എന്നാൽ പിന്നെ നമ്മുടെ പോയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പുള്ളിക്കാരി ഒരു ചാനലിൽ പോയി ഇൻ്റർവ്യൂ കൊടുത്തു. കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ കിട്ടാനായിട്ട് കഴിവും പ്രതിഭയും പ്രവർത്തന പരിചയവുമല്ല മാനദണ്ഡം, മറ്റു പലതുമാണ് എന്ന് ഏതാണ്ടൊരു ദുസ്സൂചനയോട്ട് അഭിപ്രായപ്പെട്ടു. സത്യത്തിൽ സിമി ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ. ഇത് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോഴും പ്രവർത്തിക്കുന്ന, ഇനി പ്രവർത്തിക്കാനിരിക്കുന്ന എല്ലാ വനിതകൾക്കും അപകീർത്തികരമാണ്. സിമി ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല, ആകെ ദീപ്തി മേരി വർഗീസിൻ്റെ പേര് മാത്രം പറഞ്ഞു. പക്ഷേ ആ പ്രസ്താവന അനുചിതമാണ്. കാരണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് മറ്റു പലരും പല ആക്ഷേപങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള ചെറിയാൻ ഫിലിപ്പ് പണ്ട് ഇതുപോലൊരു പരാമർശം നടത്തിയാണ്. അന്ന് ഈ സിമി അടക്കമുള്ള ആളുകളൊക്കെ ചെറിയാൻ ഫിലിപ്പിനെ ചൂലെടുത്ത് തല്ലണം എന്ന അഭിപ്രായം പറഞ്ഞവരാണ്. അതല്ലെങ്കിൽ സാക്ഷാൽ ബാലകൃഷ്ണപിള്ള സാർ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത്
കോൺഗ്രസിലെ വനിതാ നേതാക്കളെക്കുറിച്ച് അത്ര അഭിനന്ദനപരമല്ലാത്ത പരാമർശം നടത്തിയപ്പോൾ അന്നും വളരെ ശക്തമായിട്ട് പ്രതികരിച്ച ആളാണ് സിമി റോസ്ബെൽ ജോൺ. സിമി മറന്നു വീണോ? പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്. സിമി അന്ന് ഒരു കുറിപ്പൊക്കെ എഴുതി ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചാണ്. അങ്ങനെയുള്ള സിമി ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് വനിതാ നേതാക്കളെ മോശക്കാരാക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയത് ശരിയല്ല. പല നേതാക്കളും പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരൊക്കെ കോൺഗ്രസ് വിട്ടു പോയിട്ട് അവരൊക്കെ കോൺഗ്രസ് പാർട്ടിയെ പറ്റി പല ആക്ഷേപങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിലൊരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല വി ഡി സതീശനെ പറ്റി പേരെടുത്ത് പറഞ്ഞ് പരാമർശം നടത്തി. അപ്പോൾ ഇതിൽ ആളുകൾ വിചാരിച്ചതെന്ന് വെച്ചാൽ വി ഡി സതീശൻ വലിയ ഒരു സിൽവിയോസ് ബെർലുസ്കോണി എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു സ്ത്രീലമ്പടനോ അല്ലെങ്കിൽ നിക്കോളെ സാർക്കോസി എന്ന് പറഞ്ഞ പോലത്തെ ഒരാൾ പ്ലേ ബോയ് ആണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ടായി. സത്യം പറഞ്ഞാൽ ഈ വി ഡി സതീശനും മറ്റ് പല കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും സ്ത്രീ വിഷയത്തിൽ പുള്ളി തീരെയും താല്പരനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ സതീശനെ വെളുപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല. സതീശനെ വെളുപ്പിക്കാനുള്ള എൻ്റെ ഒരു ഉദ്ദേശവുമല്ല ലക്ഷ്യവുമല്ല. പക്ഷേ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ മുറിപ്പെടുത്തും എന്നും കൂടി ആലോചിക്കേണ്ടതായിരുന്നു. അവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ അർഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിഗണന കിട്ടിയില്ല, സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല എന്നുള്ള പറഞ്ഞതിൽ ന്യായമുണ്ട്. ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഇവരുടെ കഴിവും വാഗ്ദാടിയും ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യമൊക്കെ പരിഗണിക്കുമ്പോൾ MLA-യോ MP-യോ ഒക്കെ ആകേണ്ടതായിരുന്നു. കോൺഗ്രസ് പാർട്ടി പൊതുവേ തന്നെ സ്ത്രീകളോട് അവഗണന പുലർത്തുന്ന പാർട്ടിയാണ്. അവിടെ സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ ഏതെങ്കിലും നേതാവിൻ്റെ ഇറത്തായിട്ടോ പെട്ടിപിടുത്തക്കാരനായിട്ടൊക്കെ നടക്കേണ്ടി വരും. അതുമൊക്കെ ശരിയാണ്. പക്ഷേ ഈ രീതിയിൽ ഒരു ദുസ്സൂചന കലർന്ന പരാമർശം നടത്തിയത് തികച്ചും തെറ്റാണ്. അത് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന മറ്റ് സ്ത്രീകളോടുള്ള അവഹേളനമാണ്. അല്ലെങ്കിൽ സിമി തന്നെ നേരത്തെ പറഞ്ഞ ആശയത്തിൻ്റെ വലിയ ലംഘനം അതിൻ്റെ അകത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും സിമി റോസ്ബെൽ ഇതുകൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശമില്ല. അവർ നിരന്തരമായിട്ട് നടന്ന് സകല ചാനലുകാർക്കും അഭിമുഖങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാനലുകാരിങ്ങനെ കുറേ നാളൊക്കെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കും, താലോലിക്കും, ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കും. കുറച്ച് കഴിയുമ്പോൾ അവരവരുടെ പാട്ടിന് പോകും. സിമി എങ്ങും അല്ലാത്തൊരു അവസ്ഥയിൽ എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പഴയ സുഹൃത്ത് സിമി റോസ്ബെൽ ജോൺ ഇപ്പോൾ ചെയ്തത് ശരിയായില്ല. അവർ ആത്മപരിശോധന നടത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ദീപ്തി മേരി വർഗീസ് പാർട്ടിയെ ധിക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തോറ്റു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് സീറ്റ് കൊടുത്തു. അവർ KPCCയുടെ ജനറൽ സെക്രട്ടറി ഏതാണ്ട് മാങ്ങാത്തുലിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടു. അതൊക്കെ സാധാരണ നടക്കുന്ന ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഉമ്മൻചാണ്ടിയും AK ആന്റണിയൊക്കെ അച്ചടക്കലംഘനം നടത്തി പുറത്തു പോയവരല്ലേ. ഇന്ദിരാഗാന്ധി ഭാരത യക്ഷി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന ആൾക്കാരല്ലേ. ആര്യാട മുഹമ്മദും മറ്റുമൊക്കെ അവരൊക്കെ തിരിച്ചു വന്നില്ലേ. എല്ലാവരും തിരിച്ചു വന്നു. കോൺഗ്രസിൽ നിന്ന് ആളെ പുറത്താക്കുന്നതിനെക്കുറിച്ച് പണ്ട് ജോർജ് ഈഡൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടു പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്നൊരു പട്ടിയെ പുറത്താക്കുന്ന പോലെയാണ്. പട്ടി കുറച്ച് ദിവസം അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞെടുക്കും, അവസാനം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. വീട്ടുകാരെ അതിനെ സ്വീകരിക്കും. അതുപോലെയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ ശരിയുമാണ്. ജോർജ് ഈഡൻ തന്നെ പണ്ട് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന ആളാണ്. ഇനി പാർട്ടിക്ക് അകത്തു നിന്നുകൊണ്ട് തന്നെ വള്ളം മുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊച്ചി മേയറായിരുന്ന ടോണി ചമ്മണി നല്ല ഉദാഹരണമാണ്. ഇപ്പോൾ സിമിക്ക് അറിയാവുന്നൊരു ഉദാഹരണം തന്നെ ഞാൻ പറയുകയാണ്. ടോണി ചമ്മണി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മേയറായി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം നിയമസഭയ്ക്ക് മത്സരിക്കാൻ സീറ്റ് നോക്കിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ സീറ്റ് കിട്ടിയ ആളെന്ന് പറഞ്ഞാൽ ഡൊമിനിക് പ്രസൻറ്റേഷനാണ് കൊച്ചിയിൽ. ചമ്മണി കൊച്ചിയിൽ പോയിട്ട് ഡൊമിനിക്കിനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. ഡൊമിനിക്ക് തോറ്റുപോയി. ചമ്മണി പ്രവർത്തിച്ചുകൊണ്ടല്ല ഡൊമിനിക്ക് തോറ്റത്, നാട്ടുകാർ വെറുത്തുകൊണ്ട് തോറ്റുപോയതാണ്. പക്ഷേ തോറ്റു കഴിഞ്ഞപ്പോൾ അന്വേഷണം വന്നു. ചമ്മണി ചെയ്തത് കുറ്റകൃത്യമാണ്, അയാൾ പെരുമാറ്റ ദൂഷ്യമാണോ അച്ചടക്കലംഘനമാണെന്ന് കമ്മിറ്റി കണ്ടെത്തി. എന്നിട്ട് കമ്മിറ്റി എന്ത് ചെയ്തു? കമ്മിറ്റി ഒന്നും ചെയ്തില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചമ്മണിക്ക് അവിടെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. പക്ഷേ കൊച്ചിയിലെ ആളുകൾ ഓർമ്മശക്തിയുള്ളവരായിരുന്നുകൊണ്ട് ചമ്മണിയെ തോൽപ്പിച്ചു. അപ്പോൾ ചമ്മണിയുടെ വിഷമം മാറി, ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെയും വിഷമം മാറി. അങ്ങനെ KJ മാക്സിക്ക് രണ്ടാമത് MLA ആകാനായിട്ട് ജാതകത്തിൽ യോഗം ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി വീണ്ടും ജയിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നത്. അതിലൊന്നും വലിയ അത്ഭുതമില്ല, എടുത്തു പറയത്തക്ക രീതിയിലുള്ള അതിശയോക്തിയുമില്ല. പക്ഷേ സിമി ഈ പറഞ്ഞ പരാമർശം തികച്ച് തെറ്റായിപ്പോയി, അനുചിതമായിപ്പോയി. അത് കോൺഗ്രസ്സിൽ മാത്രമല്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഒരുപോലെ ഡീമോറലൈസ് ചെയ്യുന്ന ഒന്നായിപ്പോയി എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. ഇനിയെങ്കിലും സിമി റോസ്ബെൽ ജോൺ അഭിപ്രായം പുനഃപരിശോധിക്കണം, തെറ്റ് തിരുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.